ഹലോ, മഞ്ഞൾ രുചിക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു രുചിയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അത് അച്ചാറാക്കിയാലോ? അത് ഒരു മീനച്ചാറാകുമ്പോൾ അതിലും ടേസ്റ്റ് ആയിരിക്കും അല്ലെ? കേര അല്ലെങ്കിൽ ചൂര കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഒരു അച്ചാറാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ നാളുകൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങളൊക്കെ എന്റെ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. വീഡിയോ കാണുന്നവർക്ക് ലൈക്ക് ഇടുന്നത്, പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി എന്നെ അറിയിക്കണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതിപ്പോൾ കേര മീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോയോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ, മത്തി, ചെറിയ നെത്തോലി, ഏതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് അച്ചാറിടാം. പ്രോൺസ്, ഏകദേശം ഈ ഒരു മെത്തേഡിലാണ് എല്ലാം ഇടുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേരയാണ്. വെളുത്തുള്ളി ഏകദേശം ഒരു 4-5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ എരിയുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം രണ്ടും കൂടി ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചത്, കായം വെളിച്ചെണ്ണയിൽ നമ്മൾ പാചകം ചെയ്യുന്ന എണ്ണയിൽ ഇട്ട് ഒന്ന് ഉരുക്കിയിട്ട് അത് പൊടിച്ചെടുത്തതുമാണിത്. ഇത് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നല്ലെണ്ണ എടുക്കുവാണെങ്കിൽ നമ്മൾ അച്ചാറിട്ട കുറച്ച് സമയം അത് കേടാവാതിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതെടുത്തത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എത്ര വേണമെങ്കിലും എടുക്കാം. ഇതിന്ന് അരിഞ്ഞെടുത്തേക്കുവാണ് ഈ കറിവേപ്പില. കൂടുതലിനകത്ത് പെട്ടെന്ന് അങ്ങ് പിടിച്ചത് ഇരിക്കും, അതാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ എടുത്തന്നേ ഉള്ളൂ ഇത്രേ. ഇത് വിനെഗർ, ഇത്ര എടുത്തന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇനി ആവശ്യം വരും. വിനെഗർ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ച കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ആദ്യം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തോർന്നതിന് ശേഷം വേണം ഇങ്ങനെ എടുക്കാനായിട്ട്. വെള്ളമയം അധികം കിടക്കാൻ പാടില്ല. ഇങ്ങനെ പുരട്ടി എടുത്തതിന് ശേഷം കുറച്ച് സമയം ഇരിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല അപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. ഞാനിതിപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത്യാവശ്യം വലിയൊരു പാത്രം വെക്കുക. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ മീൻ ഓരോ സെക്ഷനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചൊഴിക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. നന്നായിട്ട് മൂത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എണ്ണയുടെ അനുസരിച്ച് നമുക്കിനി ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ. ഒരു സൈഡ് ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മറിച്ചിടാം. ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം 2 പ്രാവശ്യം ഞാൻ വറുത്തെടുത്തതായത് 2 സെക്ഷനായിട്ട്. ദൂരെ നമ്മൾ വറുത്തെടുത്താൽ അല്ലെങ്കിൽ അച്ചാറിടുന്ന മീൻ ഏതാണോ അത് വറുത്ത് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇത്രയും മതി. വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. അതിൻ്റെ ആ വെള്ളം എല്ലാം വറ്റണം ഇഞ്ചി. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വലിയ ബബിൾസ് വരുന്നത് ഇഞ്ചിക്കകത്ത് വെള്ളം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കണം അതിന് വേണ്ടിയിട്ട്.
ഇഞ്ചി എണ്ണയെ കിടന്ന് ഒരുവിധം ഒന്ന് ചൂടാവുമ്പോൾ കറിവേപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടതിനെക്കാട്ടിലും കണ്ടോ അതിൻ്റെ ആ ഒരു ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ വെള്ളം നന്നായിട്ട് പറ്റി വരുന്നതിൻ്റെയാണ് അങ്ങനെ വരുന്നത്. ഇഞ്ചി ഒന്ന് മൂത്തതിൻ്റെ മണവും നമുക്ക് കിട്ടുന്നുണ്ട്. കളറിനും കണ്ടോ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതും എന്താ പറയുക ഒരുപാട് അങ്ങ് മൂക്കണ്ട, എങ്കിലും ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കിടന്ന് ഒന്ന് മൂക്കണം. ഇനി നമ്മൾ നേരത്തെ ഒന്ന് പൊടിച്ചു വെച്ചിരുന്ന കായം ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണെങ്കിൽ അതായിട്ടും മതിയാവും. ഈ പാത്രത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇനി സിമ്മിലാക്കുക. തീയ സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങ് കരിയണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ മുളകൊക്കെ ഇതിന് കറക്റ്റാണോ നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയുടെ ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് ഇടരുത്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ചേർത്തിട്ടും ഇളക്കി കൊടുത്ത് നോക്കണം. വിനാഗിരി ഇച്ചിരി കുറവാണ്. ഒരു കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 ഗ്ലാസ് വിനാഗിരി എടുത്തായിരുന്നു, അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ ഇവിടെ ഫൈനലായിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്നും നാളെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതൊരു 2 ദിവസം ഇങ്ങനെ ഇരിക്കണം. ഇരിക്കുമ്പോൾ ഈ മീൻ നമ്മൾ എത്ര വറുത്തതാണെങ്കിലും ഈ മീനകത്തുള്ള വെള്ളം, വിനാഗിരി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളവും കുറച്ചുകൂടി ഇപ്പം തന്നെ കണ്ട ഇരിക്കുന്തോറും അതേ മയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനി നമുക്കൊരു 2 ദിവസം വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും കഴിയണം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ കുപ്പിയിലോട്ടോ നമ്മൾ മാറ്റുമ്പം ഞാൻ വിശദമായിട്ട് കാണിക്കും. ഇതിന് ഈ ചൂടൊക്കെ ഒന്ന് ആറി ഇങ്ങനെ ഇരിക്കട്ടെ. ചൂട് ആറിയതിന് ശേഷം മൂടി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനച്ചാർ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി. അച്ചാർ ഇട്ടപ്പോൾ തന്നെ തണുത്തതിന് ശേഷം ഞാൻ ഈ ബോട്ടിൽ ഇത് കോരി വെച്ചതാണ്. അതിനുശേഷം രാവിലെ തൊട്ട് ഒരു ഏകദേശം 3-4 മണിക്കൂർ വെയിലത്ത് ഞാൻ ദിവസവും വെക്കുമായിരുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അച്ചാർ ഇതേ കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ എണ്ണ നന്നായിട്ട് പൊങ്ങി വരുമെന്ന്. അങ്ങനെ ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് നല്ല ഒരു നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പരുവമായിട്ടുണ്ട്. ഇത് ഇനിയും ഇരിക്കുവാണെങ്കിൽ ഇനിയും ഇങ്ങനെ നല്ല അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ ബോട്ടിൽ കോരി വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ എണ്ണ ഇല്ല അല്ലെങ്കിൽ ചാറ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വിനാഗിരിയും ഏതെണ്ണയാണോ യൂസ് ചെയ്തത് ആ എണ്ണ തന്നെ സെപ്പറേറ്റ് വിനാഗിരി സെപ്പറേറ്റ് ചൂടാക്കുക, ആ എണ്ണയെ സെപ്പറേറ്റ് ചൂടാക്കി ഇതിന് മുകളിലോട്ട് ഒഴിച്ചാൽ മതി. ഒരു ചെറിയ തുണിയിൽ ശകല എണ്ണ മുക്കി ഇതിന് മുകളിലിട്ട് ഇതിനെ അടച്ചു വെച്ചാൽ കുറേ നാൾ പൂക്കാതെ ഫ്രിഡ്ജിന് വെളിയിൽ തന്നെ ഇരിക്കും. മീനച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കമന്റുകൾ എന്നെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും താങ്ക് യു.